ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴം ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് ബലവും നമ്മുടെ ജീവിതത്തിന് പ്രത്യാശയ്ക്ക് കാരണമാകത്തക്ക നിലയിൽ സ്വർഗം ആഴവും ശക്തമായി തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് വളരെ ആഴമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദൂത്. നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു. നവോമി രൂത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യവാ. ഹൃദയം വെമ്പൽ കൊള്ളുക, അതൊന്നറിയുക. ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരെരിവ്, ഒരു തീഷ്ണത, പെട്ടെന്ന് കേൾക്കുവാൻ ആഗ്രഹത്തോടെ ചോദിക്കുക. നിന്റെ കാര്യം എന്തായി മകളെ എന്ന് ചോദിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അതിശക്തമായി അതിനകത്തുനിന്ന് ആഴമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത്. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ ആ കാര്യം എന്തായെന്ന് ഒരുപാട് ചോദ്യങ്ങൾ. ഫോണെടുക്കുമ്പോൾ ഇതാ ആ കാര്യം എന്തായി. ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഇങ്ങനെ ആകാംക്ഷയോടെ അതിനകത്തൊരു ചലനമുണ്ട്, അതിനകത്തൊരു വിടുതലുണ്ട്, ആ വിഷയത്തിലൊരു മാറ്റമുണ്ട്. അപ്രകാരം പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ജീവിതങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുന്ന ഒരു ദിവസമാണ്. ദൈവത്തിൻ്റെ ശബ്ദം ഹൃദയത്തെ തൊടുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം വചനത്തിൻ്റെ ശക്തിയെ കർത്താവിത വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, കാര്യം എന്തായെന്ന് പ്രതീക്ഷയോടെ ചോദിക്കുന്നവരുണ്ട്, കേൾക്കാൻ ആഗ്രഹത്തോടെ ചോദിക്കുന്നവരുണ്ട്. ആ കാര്യത്തിന്മേൽ ഒരു നടത്തിപ്പ് വെളിപ്പെടത്തില്ല എന്ന് അവിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തെ വേദനിപ്പിക്കുക ചോദിക്കുന്നവരുണ്ട്. ആ കാര്യം എന്തായി? ഒന്നും നടന്നിട്ടില്ലെന്നറിയാം, ഒരു ചലനം വെളിപ്പെട്ടിട്ടില്ലെന്നറിയാം, എന്നാലും മനസ്സിനെ അങ്ങ് ദുഃഖിപ്പിക്കുക, മനസ്സിനെ അങ്ങ് നിരാശപ്പെടുത്തുക, വെറുതെ അങ്ങ് ചോദിക്കും. ആ കാര്യം എന്തായി? ദൈവത്തിൻ്റെ വൈദ്യലേ, ഈ ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ അനുഭവത്തിൽ കൂടിയല്ലേ കടന്നു പോകുന്നത്? ഹൃദയത്തിലൊരു നിന്നയില്ലേ? ഹൃദയത്തിൽ ഇപ്രകാരം ഒരു അവസ്ഥ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ കാര്യം എന്തായി? ഇന്ന് അതിശക്തമായി ആത്മാവ് ദൂത് ഇടപെടുക. ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ആ വിഷയത്തിൽ ഉണ്ട് എന്ന നിശ്ചയത്തോടെ ദൈവത്തിൻ്റെ വൈദ്യലെ ചിലർ അന്വേഷിക്കുന്നുണ്ട്. തലമുറയുടെ ഫോൺ കോൾ, ആ കാര്യം എന്തായി? ഇങ്ങനെ മാതാപിതാക്കൾ നോക്കിയിരിക്കുന്നു, സഹോദരങ്ങൾ നോക്കിയിരിക്കുന്നു. ഒരു സന്തോഷ വാർത്ത കേൾക്കുക, ഒരാനന്ദ വാർത്ത കേൾക്കുക, ആ മനസ്സിനെ ഭാരമൊന്നും മാറ്റുക, ആ നിരാശയൊന്നും മാറ്റുക, ആ പ്രാർത്ഥനയുടെ തലങ്ങളിൽ നിന്ന് ഒന്ന് എഴുന്നേക്കുക. ദൈവം ചെയ്തു എന്ന് കേൾക്കുക ആഗ്രഹിച്ചിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ ഇടപെടുന്നൊരു ദിവസമാണ്. ആ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ ആ കാര്യത്തെ ദൈവം വൻ കാര്യമാക്കി മാറ്റാൻ പോവാ. ദൂത് വിശ്വസിച്ചോ, ദൂത് ഏറ്റെടുത്തോ. പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരും ആ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വൈദ്യലെ മറുപടി ഇപ്രകാരമായിരിക്കും: എൻ്റെ ദൈവം ആ കാര്യം വൻ കാര്യമാക്കി മാറ്റിയിരിക്കുക. എൻ്റെ ദൈവം ആ കാര്യം ഒരു മഹത്വമാക്കി മാറ്റിയിരിക്കുക. ദൈവം ആ കാര്യത്തെ ആശ്ചര്യമാക്കി മാറ്റിയിരിക്കുക. ആ നിലവാരത്തിലാണ് പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. വിഷയത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, വിഷയത്തിന്മേലുള്ള ദൈവിക ചലനം ഇപ്രകാരം സംഭവിക്കാൻ പോവാ. കാര്യം ദൈവത്തിൻ്റെ വൈദ്യലേ, അത് ദൈവത്തിൽ നിന്ന് തീർപ്പ് വരുന്നത്, ദൈവകരത്തിൽ നിന്ന് ചലനങ്ങൾ വെളിപ്പെടുന്നത്. ആ കാര്യം മാനുഷിക തലങ്ങളിലല്ല, അത് ദൈവത്താൽ വെളിപ്പെട്ടു വരുന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വലിയ ദൂത് കൈമാറുന്നു. ആ കാര്യം ജീവിതത്തിൽ വൻ കാര്യമായി
ആ കാര്യം ജീവിതത്തിൽ ആശ്ചര്യമുളവാക്കുന്ന കാര്യമായി, അതൊരു വിസ്മയമാക്കി തീർക്കുന്ന, ഒരു മഹത്വമാക്കി തീർക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങിയിരിക്കും. ദൈവത്തിൻ്റെ വൈദ്യലെ തലമുറയുടെ വിഷയം ആ കാര്യം എന്താ എന്ന് എന്നും ചോദിക്കുകയല്ലേ, എന്നും അന്വേഷിക്കുകയല്ലേ? ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതേറ്റെടുത്തു, ദൈവത്തിൻ്റെ ശബ്ദം വിശ്വസിച്ചു, ആ കാര്യം ദൈവം അനുകൂലമാക്കി, ആ കാര്യം ദൈവം അനുഗ്രഹമാക്കി, ആ കാര്യം ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്ന് പറയത്തക്ക നിലയിൽ ശബ്ദം കേൾക്കാൻ പോവുക, സന്തോഷ വാർത്ത കേൾക്കാൻ പോവുക. അപ്രകാരമാ ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. ആ കാര്യം ദൈവമേ വൻ കാര്യമായി, ആ കാര്യം ദൈവപ്രവർത്തിയായി, ആ കാര്യം ദൈവമഹത്വമാക്കി ദൈവം തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.